Remark: in symbols, we can express an nth order ordinary differential equation in one independent variable by the general form f of x, y, y dash, etc. y raised to n, that is nth derivative of y equal to 0. സോ നമുക്കൊരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ് ആണ്, ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ എങ്കിൽ നമുക്കതിൻ്റെ ഒരു ജനറൽ ഫോം എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ, വൈ ഡാഷ് എക്സെട്ര nth ഡെറിവേറ്റീവ് ഓഫ് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പം ഈ ഒരു ഫോമിൽ നമുക്കതിനെ ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇത് ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ വരുന്ന കേസാണ്. nth ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. nth ഓർഡർ ആയതുകൊണ്ട് തന്നെ അതിൽ n ഓർഡർ വരുന്ന ഒരു ഡെറിവേറ്റീവ് ടേം എന്തായാലും ഉണ്ടായിരിക്കും. where f is a real valued function of n plus 2 variables x, y, y dash etc. y raised to n. അല്ലേ, ഇവിടെ f ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. ഏതൊക്കെ വേരിയബിൾസ് ആണ് അതിൽ വരുന്നത്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഉണ്ടാവാം, അങ്ങനെ എക്സെട്ര ഡി റേസ് ടു എൻ y by dx raised to n, nth ഓർഡർ ഡെറിവേറ്റീവ് വരെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? മൊത്തം n+2 വേരിയബിൾസ് ഉണ്ട്. For both practical and theoretical reasons, we shall also make the assumption hereafter that it is possible to solve an ordinary differential equation in the above form. അതായത് നമുക്കൊരു അസംഷൻ ഉണ്ടാക്കണം, ഇത്തരത്തിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റും, യുണീക്കായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും ഫോർ ദി ഹയസ്റ്റ് ഡെറിവേറ്റീവ് y raised to n in terms of the remaining n+1 variables. The differential equation d raised to n y by dx raised to n equal to f of x, y, y dash etc. y raised to n minus 1. അതായത് nth ഓർഡർ ഡെറിവേറ്റീവിനെ നമ്മൾ ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി റേസ് ടു എൻ വൈ ബൈ ഡി എക്സ് റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, വൈ, വൈ ഡാഷ് എക്സെട്ര വൈ റേസ് ടു n-1 ഡെറിവേറ്റീവ് വരെയുള്ള വേരിയബിൾസിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും. വേർ എഫ് ഈസ് എ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് n+1 വേരിയബിൾസ്. അപ്പോൾ ഇവിടെ എഫ് n+1 വേരിയബിൾസിൻ്റെ ഒരു റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഈ n+1 വേരിയബിൾസ് ഏതൊക്കെയാണ്? എക്സ്, വൈ, വൈ ഡാഷ് എക്സെട്ര വൈ റേസ് ടു n-1 ആണ്. ദാറ്റ് ഈസ് റെഫേർഡ് ടു ആസ് ദി നോർമൽ ഫോം ഓഫ് ഇക്വേഷൻ 1. അപ്പോൾ നമ്മൾ കണ്ട ഇക്വേഷൻ 1ൻ്റെ നോർമൽ ഫോം എന്നാണ് ഈ ഒരു ഫോമിനെ വിളിക്കുന്നത്. Thus, when it suits our purposes, we shall use the normal forms dy by dx equal to f of x by and d square y by dx square equal to f of x by y dash. അപ്പോൾ നമ്മൾ ജനറലി ഇത്തരത്തിലുള്ള നോർമൽ ഫോംസ് യൂസ് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാറ്. To represent the general first and second order ordinary differential equation. ഇതൊരു ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്, ഇതൊരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. നെക്സ്റ്റ് ഈസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എന്താണ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കാം. സോ ഇനി ഉള്ളൊരു ക്രൂഷ്യൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഈ ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദി ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഓർഡർ n എഫ് ഓഫ് എക്സ്, വൈ, വൈ ഡാഷ് എക്സെട്ര വൈ റേസ് ടു n ഈക്വൽ ടു 0. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു n ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത് നമ്മൾ ലീനിയർ ആണെന്ന് എപ്പോഴാണ് പറയാം? ഇഫ് എഫ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദി വേരിയബിൾസ് വൈ, വൈ ഡാഷ്, വൈ ഡബിൾ ഡാഷ് എക്സെട്ര വൈ റേസ് ടു n. അപ്പോൾ ഈ ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയണമെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു ലീനിയർ ഫംഗ്ഷൻ ഓഫ് ദീസ് വേരിയബിൾസ് ആയിരിക്കണം. എ സിമിലർ ഡെഫിനിഷൻ അപ്ലൈസ് ടു partial differential equations also. Any linear ordinary differential equation of degree n can be written as an of x into y raised to n plus an minus 1 x into y raised to n minus 1 plus etc. plus a1 x y dash plus a0 x y equal to phi of x.
or an(x) ഇൻറ്റു ഈ y റേസ് ടു n എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് d റേസ് ടു n y ബൈ ഡി എക്സ് റേസ് ടു n അല്ലേ, അതായത് nth ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്, പ്ലസ് an-1 x ഇൻറ്റു n-1th ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x പ്ലസ് എക്സെട്ര പ്ലസ് a1x ഇൻറ്റു dy ബൈ ഡി എക്സ് പ്ലസ് a0y ഈക്വൽ ടു സം ഫങ്ഷൻ ഓഫ് x, where an of x, an-1 of x, etc. a0 of x and phi of x are functions of the independent variable x. അപ്പോൾ ഈ ഓരോ കോഎഫിഷ്യൻസും അതുപോലെ നമ്മുടെ ആർ എച്ച് എസിലുള്ള ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്തായിരിക്കണം, നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായ എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. Two important special cases are linear first order, that is n equal to 1, and linear second order, that is n equal to 2 ordinary differential equations. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻസിൽ തന്നെ ലീനിയർ ഫസ്റ്റ് ഓർഡറും വരുന്നുണ്ട്. ലീനിയർ ഫസ്റ്റ് ഓർഡർ പറയുമ്പോൾ നമ്മുടെ n equal to 1 ഓർഡർ 1 വരുന്ന കേസാണ്. അതുപോലെ ലീനിയർ സെക്കൻഡ് ഓർഡർ n equal to 2 വരുന്ന കേസും ഉണ്ട്. a1 of x into dy by dx plus a0 of x into y equal to phi of x. ഇതെന്താ, ഒരു ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, കാരണം അതിലും ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് മാത്രമാണ് വരുന്നുള്ളൂ. ആൻഡ് a2 of x into d square y by dx square plus a1 of x into dy by dx plus a0 of x into y is equal to phi of x. സോ ഈ രണ്ടാമത്തെ ഇക്വേഷൻ ഈസ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ, കാരണം അതിലൊരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വരുന്നത് സെക്കൻഡ് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻ, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Two important characteristic properties of a linear ordinary differential equation. ഒരു ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First property says that the independent variable y and all its derivatives y dash, y double dash, etc. y raised to n are of the first degree. അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ y എടുത്താലും അതിൻ്റെ ഏതൊരു ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിഗ്രി ഷുഡ് ബി 1. ഓക്കെ, അതായത് വൈ ഡാഷ് ഹോൾ സ്ക്വയർ എന്നുള്ള ടേമോ വൈ ഡബിൾ ഡാഷ് ഹോൾ ക്യൂബ് അല്ലെങ്കിൽ വൈ ഡബിൾ ഡാഷ് ഹോൾ സ്ക്വയർ അങ്ങനത്തെ ടേംസ് ഒന്നും വരാൻ പാടില്ല. ഏതൊരു വൈ എടുത്താലും വൈ ഡാഷ് എടുത്താലും വൈ ഡബിൾ ഡാഷ് എടുത്താലും എക്സെട്ര വൈൻ്റെ എന്ത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഡിഗ്രി ഷുഡ് ബി 1. അതായത് അതിൻ്റെ പവർ മോർ ദാൻ 1 ആവാൻ പറ്റില്ല, 2, 3, 4 അതൊന്നും ആവാൻ പറ്റില്ല. അപ്പോൾ അതെന്താവും, അത് നോൺ ലീനിയർ ആയി പോകും. That is, the power of each term involving y is 1. അപ്പോൾ വൈന് ഇൻവോൾവ് ചെയ്യുന്ന ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പവർ ഷുഡ് ബി 1. The coefficient a0, a1, etc. an of y, y dash, y double dash, etc. y raised to n depend at most on the independent variable x. അല്ലേ, നമ്മുടെ ഈ കോഎഫിഷ്യൻസ് ഐദർ ഒരു കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആവാം, അല്ലെങ്കിൽ പിന്നെ പോസിബിലിറ്റി ദാറ്റ് ഷുഡ് ബി എ ഫംഗ്ഷൻ ഓഫ് ദിസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്. അപ്പോൾ എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കോഎഫിഷ്യൻസ് ഒന്നും വൈൻ്റെ ഫങ്ഷൻസായിട്ട് വരാൻ പാടില്ല. അപ്പോൾ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, വൈനെ ഇൻവോൾവ് ചെയ്യുന്ന ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ പവർ എന്തായാലും 1 വരാൻ പറ്റുള്ളൂ, അതായത് അത് ഫസ്റ്റ് ഡിഗ്രി ആയിരിക്കണം. മാത്രമല്ല കോഎഫിഷ്യൻസ് എന്തായിരിക്കണം, either constants or they should be functions of x. ഒരിക്കലും functions of this dependent variable ആവാൻ പാടില്ല. Some examples of linear differential equations are, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 6y ഈക്വൽ ടു 0 അല്ലേ. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം ഇവിടെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ ഹോൾ പവർ 1 ആണ്, 5 ഡി വൈ ബൈ ഡി എക്സ് എല്ലാം പവർ 1 ആണ്, കോഎഫിഷ്യൻസ് ഒക്കെ കോൺസ്റ്റൻസ് ആണ് അല്ലേ. സോ നിങ്ങൾക്ക് ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാം. അതേപോലെ സെക്കൻഡ് എക്സാമ്പിൾ ഈസ് ഡി റേസ് ടു 4y ബൈ ഡി ടി റേസ് ടു 4 പ്ലസ് ടി സ്ക്വയർ ഇൻറ്റു ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ് പ്ലസ് 5 ടി ക്യൂബ് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് 6 sin x y ഈക്വൽ ടു എക്സ് ഇ റേസ് ടു എക്സ്. സോ ഇവിടെ ഫൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതേപോലെ കോഎഫിഷ്യൻസ് നോക്കൂ, 6 sin x, 5 ടി ക്യൂബ്,
ടി സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഫങ്ഷൻ ഓഫ് ദിസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അതുപോലെ എല്ലാത്തിൻ്റെയും ഡിഗ്രി ഷുഡ് ബി 1. Linear ordinary differential equations are further classified according to the nature of the coefficients of the dependent variable and their derivatives. അപ്പോൾ നമ്മുടെ ഈ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് വീണ്ടും ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ചെയ്യാം. എങ്ങനെ? അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ദി കോഎഫിഷ്യൻസ്, അല്ലേ? നമ്മുടെ കോഎഫിഷ്യൻസിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് ഓഫ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ and their derivatives. For example, the first linear equation given above is a linear differential equation with constant coefficients, അല്ലേ? നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിൽ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ കോഎഫിഷ്യൻസ് were constants. അപ്പോൾ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വരുന്നതാണ്. വൈൽ ദി അതർ ഈസ് വിത്ത് വേരിയബിൾ കോഎഫിഷ്യൻസ്. സെക്കൻഡ് കേസിൽ നമ്മൾ കണ്ട് കോഎഫിഷ്യൻസിൽ എക്സും ടിയും ഒക്കെ വരുന്നുണ്ട്. സോ വേരിയബിൾ കോഎഫിഷ്യൻസ് ആണ് സെക്കൻഡ് എക്സാമ്പിളിൽ ഉണ്ടായിരുന്നത്. A differential equation that is not linear is a non-linear differential equation. അപ്പോൾ ലീനിയർ അല്ലാത്ത എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയും നമ്മൾ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന ക്ലാസ്സിലാണ് ഇൻക്ലൂഡ് ചെയ്യുക. ദി ഫോളോയിങ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ ഓൾ നോൺ ലീനിയർ. ഇതിൽ വരുന്ന എല്ലാ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസും നോൺ ലീനിയർ ആണ്. ഇപ്പോൾ നോക്കൂ, ഫസ്റ്റ് വൺ d²y/dx² പ്ലസ് 5dy/dx പ്ലസ് 6y² = 0. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോൺ ലീനിയർ ആവാനുള്ള കാരണം എന്താ? ഇവിടെ വൈൻ്റെ പവർ 2 വന്നു. നമുക്ക് എപ്പോഴും പവർ അറ്റ്മോസ്റ്റ് 1 അല്ലേ വരാൻ പറ്റൂ. അപ്പോൾ ഇവിടെ വൈൻ്റെ പവർ 2 വന്നത് കാരണം ദിസ് ഇസ് നോട്ട് എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ ഈസ് d²y/dx² പ്ലസ് 5 × dy/dx² + 6y = 0. ഇവിടെയും ഇത് നോൺ ലീനിയർ ആവാനുള്ള കേസ് എന്താ? dy/dxൻ്റെ പവർ 2 വന്നു. ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. തേർഡ് എക്സാമ്പിൾ d²y/dx² പ്ലസ് 5y × dy/dx + 6y = 0. ഇവിടെ ഇത് നോൺ ലീനിയർ ആവാനുള്ള റീസൺ ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് dy/dxൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y. ദാറ്റ് ഷുഡ് നോട്ട് ബി എ ഫങ്ഷൻ ഓഫ് ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ y. മനസ്സിലായി? കോഎഫിഷ്യൻസ് എല്ലാം ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കണം. Here the first equation is non-linear because the dependent variable y appears to the second degree in the term 6y². The second equation owes to its non-linearity to the presence of the term 5 × dy/dx². ഞാൻ പറഞ്ഞ റീസൺ തന്നെയാണ്, which involves the second power of the first derivative. Finally, third equation is non-linear because of the term 5y × dy/dx, which involves the product of the dependent variable and its first derivative. 5y എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് അവിടെ വരാൻ പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? A solution or integral of a differential equation is a relation between the variables not involving the derivatives. അപ്പം നമ്മുടെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മളതിനെ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ means that is a relation between the variables not involving the derivatives such that this relation and the derivatives obtained from it. അതായത് അതൊരു റിലേഷനാണ്, ഈ വേരിയബിൾസിന് ഇടയിലുള്ള ഒരു റിലേഷനാണ്. പക്ഷേ ആ റിലേഷനിൽ ഒരു ഡെറിവേറ്റീവ് ടേമും ഉണ്ടാവാൻ പാടില്ല. അതായത് ഡെറിവേറ്റീവ് ടേം എല്ലാം കളഞ്ഞതിന് ശേഷം കിട്ടുന്ന റിലേഷനാണ്. ആൻഡ് ദി ഡെറിവേറ്റീവ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഇറ്റ് സാറ്റിസ്ഫൈ ദി ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയ ആ റിലേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതെന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമ്മളതിനെ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കും. ദിസ് സൊല്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് ദി പ്രിമിറ്റീവ് ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രിമിറ്റീവ് എന്നും വിളിക്കാറുണ്ട്. For example, y = x² is a solution of the first order differential equation xy' = 2y for all x. അല്ലേ?
കാരണം എന്താ, ഈ ഇക്വേഷൻ ഈ y സാറ്റിസ്ഫൈ ചെയ്യില്ലേ? എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 2y എന്ന് പറയുന്ന ഇക്വേഷൻ ആര് സാറ്റിസ്ഫൈ ചെയ്യും? y ഈക്വൽ ടു എക്സ് സ്ക്വയർ സാറ്റിസ്ഫൈ ചെയ്യും. ചെക്ക് ചെയ്ത് നോക്കൂ. ഇൻഡീഡ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ, y ഈക്വൽ ടു സോ ഇതിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. സോ നമ്മുടെ ഇക്വേഷനിൽ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 2x വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 2x സ്ക്വയർ. 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ടൈംസ് y അല്ലേ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ സ്ക്വയറിൻ്റെ സ്ഥലത്ത് y റീപ്ലേസ് ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 2y. സോ എക്സ് വൈ ഡാഷ് ഈക്വൽ ടു 2y, LHS ഈക്വൽ ടു RHS നമ്മുടെ ഗിവൺ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. The concept of a solution of an ordinary differential equation is defined next. Definition. Solution of an ordinary differential equation. Any function phi defined on an interval I and possessing at least n derivatives that are continuous on I, which when substituted into an nth order ordinary differential equation reduces the equation to an identity, is said to be a solution of the equation on the interval. അതായത് ഒരു ഫംഗ്ഷൻ ഫൈ ആണ്, അതിന് നമ്മൾ എന്താണ് ഈ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. In other words, a solution of an nth order ordinary differential equation f of x y y dash etc. y raised to n equal to 0. ഇതൊരു nth order ordinary differential equation ആണ്. അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ phi that possesses at least n derivatives. അപ്പോൾ at least n derivatives എങ്കിലും പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കണം, എന്നാലല്ലേ നമുക്ക് അതിൻ്റെ nth ഡെറിവേറ്റീവ് കണ്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എഫ് ഓഫ് എക്സ്, phi of x, phi dash of x, etc. phi raised to n of x equal to 0 for all x in I. അല്ലേ? അതായത് എഫ് ഓഫ് എക്സ് നമ്മുടെ ഈ ഫംഗ്ഷൻ ഓഫ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് വൈൻ്റെ സ്ഥലത്ത് ഈ ഫംഗ്ഷൻ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ ഈ ഫൈ സാറ്റിസ്ഫൈ ചെയ്യണം. The interval I in the above definition is variously called the interval of definition, the interval of validity or the domain of the solution. അപ്പോൾ നമ്മുടെ I എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ ഉണ്ട് in this above definition, ആൻഡ് ആ ഇൻ്റർവെല്ലിനെ, അതായത് ഫോർ ഓൾ എക്സ് ഇൻ ഐ, ഈ എക്സ് ഏതൊക്കെ വാല്യൂസിനാണ് സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്ന് പറയുന്ന ആ ഒരു ഐ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെയാണ് നമ്മൾ ഇൻ്റർവെൽ ഓഫ് definition or interval of validity of the solution or the domain of the solution, and it can be an open interval AB, a closed interval AB, an infinite interval A infinity, and so on. അതായത് നമ്മുടെ ഈ എക്സ് ബിലോങ് ചെയ്യുന്ന ഇൻ്റർവെൽസ് ഏതൊക്കെ ഫോമിലാവാം? ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഫോമിലാവാം, ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ഫോമിലാവാം, ഓർ ഓപ്പൺ ഇൻ്റർവെൽ എ ഇൻഫിനിറ്റി എന്നുള്ള ഫോമിലാവാം. റിമാർക്ക്: The graph of a solution phi of an ordinary differential equation is called a solution curve. Since phi is a differentiable function, it is continuous on its interval I of definition. അതായത് നമ്മുടെ സൊല്യൂഷൻ്റെ ഗ്രാഫ്, ദാറ്റ് ഈസ് എ സൊല്യൂഷൻ കർവ് എന്നാണ് നമ്മളതിനെ പറയുക. ആ ഗ്രാഫിനെ, സൊല്യൂഷൻ്റെ ഗ്രാഫിനെ സൊല്യൂഷൻ കർവ് എന്ന് പറയും. ഫൈ ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ഓൺ ഇറ്റ്സ് ഇൻ്റർവെൽ ഓഫ് ഡെഫിനിഷനും കൂടെ ആയിരിക്കും.